ശ്രീ ബൈജു കൊട്ടാരക്കര ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇതാ കോടതിയുടെ പ്രധാന വിധി വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ ദിലീപ് മഞ്ജു ആണ് ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന പരാമർശം നടത്തിയത്. അതിൽ നിന്നാണ് തുടങ്ങിയത് തനിക്കെതിരായ ഗൂഢാലോചന. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടുപിടിച്ച് പോലീസുകാരെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഗൂഢാലോചന നടന്നു. അത് കോടതിയിൽ പൊളിഞ്ഞു. അതാണ് ദിലീപിന്റെ ആദ്യ പ്രതികരണം. അങ്ങനെയാണെങ്കിൽ ഇനി മഞ്ജുവിനെതിരെ അന്വേഷണം നടത്തിയിട്ട് മഞ്ജുവിനെ പിടിച്ചകത്തരട്ടെ. അതാണല്ലോ ചെയ്യേണ്ടത്. ഈ നാട്ടില് ഇതിന് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഏത് കോടതി വിധിയും നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷേ ഈ വിധി ഇത് നാളുകൾക്ക് മുമ്പേ പ്രതീക്ഷിച്ചതാണ്. നാളുകൾക്ക് മുമ്പേ പ്രതീക്ഷിച്ചൊരു വിധിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് 1 മുതൽ 7 വരെയുള്ള പ്രതികളെ എല്ലാം വെറുതെ അവരെല്ലാം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഈ കുറ്റക്കാരാണെന്ന് 1 മുതൽ 6 വരെ അവരെല്ലാവരും ഗ്യാങ് റേപ്പ് ചെയ്ത ആൾക്കാരായിരുന്നു. ഈ പൾസർ സുനിക്കും അവർക്കൊക്കെ വണ്ടി കൊണ്ടിടിച്ച് വണ്ടിക്കകത്ത് കയറി വന്ന് റേപ്പ് കേസിനകത്ത് അവര് പെടുത്തിയത്, എന്നിട്ടത് മൊബൈലിൽ ഷൂട്ട് ചെയ്തത് എന്താവശ്യത്തിന് വേണ്ടിയായിരുന്നു? ഈ പറയുന്ന 8ാം പ്രതി ദിലീപിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണുകൾക്കകത്തും മറ്റുള്ള നടികളുടെ ഈ പിന്നെ സാധനങ്ങൾ കിടക്കുന്ന മുഴുവൻ 3ഓ 4ഓ പേരുടെ കിടക്കുന്ന മുഴുവൻ പോലീസിന്റെ കയ്യിലുണ്ടെന്നാണ് വിവരം. ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്ക് വേണ്ടിയായിരുന്നു? ഇതാണ് അറിയേണ്ടത്. ഇത് മാത്രമല്ല, ഈ കേസിനകത്ത് വന്ന കാലം മുതൽ ഇതിനകത്ത് ഒരു വളരെ തന്ത്രപ്രധാനമായ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. അത് കേട്ടുന്നത് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം, പറഞ്ഞു. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. ആ ഓഡിയോ ക്ലിപ്പ് ഇറങ്ങി വന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്നൊരു രാഷ്ട്രീയ നേതാവ് ദിലീപിന്റെ അനുജൻ അനൂപിന് അയച്ചു കൊടുത്ത ഒരു ഓഡിയോ ക്ലിപ്പാണ്. എന്തായിരുന്നു അതിന്റെ അർത്ഥം? സാഗർ എന്ന് പറഞ്ഞ സാക്ഷിയെ മൊഴി മാറ്റാൻ വേണ്ടി പണം കൊടുക്കുന്നതും അവിടെ പോകുന്നതിന്റെ എല്ലാ തെളിവുകളും പോലീസ് എടുത്തു കൊടുത്തതാണ്. അയാൾ മൊഴി മാറ്റിയില്ലേ? അതിനുശേഷം പൾസർ സുനി അറിയില്ല എന്ന് പറഞ്ഞ അവസാനം വക്കീൽ വരെ സമ്മതിച്ചല്ലോ. പൾസർ സുനി അറിയുമെന്നുള്ളത് സമ്മതിച്ചല്ലോ. ഈ പൾസർ സുനിയുടെ അമ്മയ്ക്കും പൾസർ സുനിക്കും പണം കൊടുത്തതിന്റെ രേഖകളുണ്ടല്ലോ. ആ രേഖകൾ കോടതിയിൽ കൊടുത്തില്ലേ? അപ്പോ ഇതിനകത്ത് തെളിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല, തെളിവുകൾ ആവശ്യം പോലെയുണ്ട്. പിന്നെ ഒരു നീതിന്യായ സംവിധാനത്തിൽ നിന്ന് പുറത്തു വന്ന വിധി ആയതുകൊണ്ട് ആ വിധിയെ അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ തെളിവുകൾ ഉണ്ടായെങ്കിൽ കോടതി അങ്ങനെ വിധിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് നീതിന്യായ സംവിധാനത്തിന് നിരക്കുന്നതാണോ? അങ്ങനെ സാധിക്കുമോ? അതെന്ന് പറയുന്നത് കോടതിയുടെ ഡിസിഷനാണ്. കോടതിയുടെ ഡിസിഷനാണ്. ഞാൻ താങ്കളിലേക്ക് വരും. ഇപ്പോൾ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷോൺ, ഇവിടെ ബൈജു കൊട്ടാരക്കര ഉന്നയിക്കുന്നത് പോലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ആണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ടല്ലോ. ഈ 6 പ്രതികൾക്ക് എന്തായിരുന്നു ഈ നടിയോടുള്ള പ്രശ്നം? എന്തിനാണ് അവർ ആ ദൃശ്യങ്ങൾ പകർത്തിയത്? അത് ആർക്ക് വേണ്ടി എന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയല്ലേ? അതിനൊരു ഉത്തരം കൂടി ഉണ്ടാകണമല്ലോ ശ്രീ ഷോൺ. ഞാൻ അദ്ദേഹം പറഞ്ഞതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതലേ കേസ് തിരിക്കുന്ന ഒരാളാണ് ഞാൻ പറയുന്നു, ദിസ് ഇസ് എ ടോട്ടലി ഫാബ്രിക്കേറ്റഡ് കേസ്, 100% ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ്. ഇത് എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതൊക്കെ ഇനി കാലം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ 1 മുതൽ 6 പ്രതികൾ വരെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പറയുന്നു, കോടതിയുടെ തീരുമാനം എന്താ, അതിന്റെ കോടതി വിധി എന്താണെങ്കിലും അത് മാനിക്കുക എന്നുള്ളത് നീതി വ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ കടമയാണ്, ഞാനത് ചെയ്യുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ എങ്ങനെ ദിലീപിന്റെ പേര് വന്നു എന്നതിനെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമാണ്. ഇതിനകത്ത് വലിയ രീതിയിൽ രാഷ്ട്രീയം കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ വിഷയമുണ്ടായ ആ സമയം മുതൽ ഈ നിമിഷം വരെയും ഈ വിഷയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ച രീതി, ഈ വിഷയത്തിൽ ദിലീപിനെയും കുടുംബത്തെയും വേട്ടയാടിയ രീതി, ഇതിനേക്കാൾ വലിയ മീഡിയ ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിൽ. അവിടെ എന്താ സംഭവിച്ചത്? അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. അല്ല, ഇതിൽ ഈ താങ്കൾ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ പറയുമ്പോൾ എന്തായിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം ഇങ്ങനെ ദിലീപിനെ പോലെ ഒരു താരത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ? അല്ല, ദിലീപിനെ പോലെയുള്ള ഒരു താരത്തിനെ പോലും ഇപ്പൊ ഇവിടെ ആളുകൾ സംശയിക്കുന്നുണ്ട്. ആ സമയത്ത് ദിലീപിനെ പോലെ ഒരാള് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തു എന്ന് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അങ്ങനെ അത്രയും ശക്തനെ പോലും കൈവിലങ്ങിട്ടുകൊണ്ട് നടത്തിയ, അവർക്കെതിരെ പോലും ശക്തമായ നിലപാട് സ്വീകരിച്ച പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള വലിയ മാർക്കറ്റിംഗ് ആണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. സ്ത്രീപക്ഷ നിലപാടിന്റെ അത് പക്ഷേ അങ്ങനെ ഷോൺ അങ്ങനെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? കാരണം ദിലീപിലേക്ക് ഉടനെ എത്തിയതല്ല.
ആദ്യം അറസ്റ്റിലാകുന്നത് മാർട്ടിനാണ്, പിന്നീട് പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ, ഈ കുറ്റകൃത്യത്തിൽ 1 മുതൽ 6 വരെ ഉള്ളവർ. അതിനുശേഷമാണല്ലോ ഈ ജയിലിൽ വെച്ചുകൊണ്ട് തന്നെ പൾസർ സുനി ഈ ദിലീപിന്റെ മാനേജറുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച വിവരങ്ങളടക്കം പുറത്തു വരുന്നത്. ദിലീപ് 2013 അബാദിലുണ്ടായിരുന്നപ്പോൾ അവിടെ പൾസർ സുനി ഉണ്ടായിരുന്നു, 2015 തൃശ്ശൂരിലുള്ളപ്പോൾ പൾസർ സുനി ഉണ്ടായിരുന്നു, 2016 കാരവനിൽ കൂടിക്കാഴ്ച നടത്തി. ഇതിനൊക്കെ ശേഷം ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഒരു പൊതി ഏൽപ്പിച്ചതും വാർത്തയായി വന്നത് ഓർമ്മയില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കേസിന്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടം വരെ, അതായത് ഈ മറ്റേ ഒരു സംഘടന ഉണ്ടല്ലോ, വനിതാ വിമൻസ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന, മുഖ്യമന്ത്രിയെ കാണുന്നോടം വരെ ദിലീപ് പിക്ചറിലില്ല. പിന്നെ എവിടുന്ന പെട്ടെന്ന് ദിലീപ് പിക്ചറിൽ വരുന്നത്? ഞാൻ ഈ കേസ് ഓരോ പ്രതികളിലേക്കും അന്വേഷിച്ചല്ലേ കണ്ടെത്തി എത്താൻ പറ്റുകയുള്ളൂ. അതിനുശേഷമാണ് അന്വേഷണം വരുന്നത്. അതിനകത്തൊക്കെ ഞാൻ പറയല്ലേ, എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതിന് ഞാൻ ഇപ്പോഴും ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. ദിലീപ് ഈ കേസിൽ പ്രതിയല്ല എന്ന് തുടക്കം മുതൽ വിശ്വസിക്കുന്ന ആളും അതിനുവേണ്ടി നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന്റെ പുറകിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ നിന്നും ലാഭമെടുത്ത ആളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത്. ഇപ്പം മഞ്ജു കൊട്ടാരക്കര പറഞ്ഞ ഏത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ തലത്തിൽ ദിലീപിനെ കൊടുക്കാൻ ശ്രമിക്കും അതെല്ലാം ശ്രമിക്കും. ഒന്ന് തുടരുക. നടി രഞ്ജിനി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നടി രഞ്ജിനി, താങ്കൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഷോൺ ജോർജ് പറയുന്നത് നേരത്തെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ദിലീപ്. അതിനുശേഷം വനിതാ സംഘടനയടക്കം മുഖ്യമന്ത്രിയെ കാണുന്നു, പിന്നീടാണ് ഈ കേസിന്റെ ചിത്രത്തിലേക്ക് ദിലീപ് വന്നത് എന്നുള്ളതാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവര് എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻസ് ഉണ്ട്. ഞാൻ അതിനെ ഒന്നും കമന്റ് ചെയ്യാൻ എനിക്ക് ഞാൻ തയ്യാറില്ല. പക്ഷെ ഈ വിധി വന്നത് അതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാം. കാരണം ഒരു കോടതി മീൻസ് അവർക്ക് എവിഡൻസ് വേണം. അത് വെച്ചിട്ടാണ് ആളുകള് പണിഷ് ചെയ്യുന്നത്. പക്ഷെ ഈ കേസില് ദിലീപിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇനഫ് എവിഡൻസ് ഇല്ലാതെ പോയി. അത് കാരണം കൊണ്ടാണ് ദിലീപിന് വെറുതെ വിട്ടു. സോ ഇത് ഇൻവെസ്റ്റിഗേഷൻ സമയത്തില് നേരത്തെ നമ്മൾ പോലീസ് എല്ലാരും നല്ല രീതിയിൽ ഒരു ടെമ്പറിങ് നടക്കാതെ ചെയ്തിരുന്നെങ്കിൽ ഈ കേസ് വേറെ ഇതിൽ പോയാനെ. പക്ഷെ അത് ഒന്നും ശരിയായിട്ട് നടന്നിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ബിക്കോസ് കോടതിയിൽ വരുമ്പോ പണിഷ്മെന്റ് വേർഡിക്റ്റ് വരുമ്പോ എവിഡൻസ് വെച്ചിട്ടുള്ള ഒരാള് നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് എവിഡൻസ് നോട്ട് ഇനഫ് എവിഡൻസ്. അത് കാരണം കൊണ്ടാണ് ദിലീപിന് വെറുതെ വിട്ടത്. സോ ഇൻ ഫ്യൂച്ചർ കാരണം ഈ കേസ് കാരണം കൊണ്ടാണ് നമുക്ക് WCC ഫോം ആയത്. WCCയിലിരുന്നാണ് നമുക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഫോം ആയത്. അതിലിരുന്നാണ് നമുക്ക് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ ഗവൺമെന്റ് ആ റിപ്പോർട്ട് പ്രകാരം എന്റർടൈൻമെന്റ് ട്രൈബ്യൂണലാണ് അതിൽ ഫസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനിയെങ്കിലും അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കേസുകൾ വരും. പിന്നെ കോടതിയിൽ ചെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഊരി പോകും. ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രൈബ്യൂണലുകൾക്ക് വേണ്ടിയാണ് ഞാനും ഫൈറ്റ് ചെയ്യുന്നു. എന്നെപ്പോലെ കുറെ പേരും വോയിസ് ഔട്ട് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നു. ഇനിയെങ്കിലും അത് ഇൻസ്റ്റാൾ ചെയ്താലേ നമുക്ക് ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലിருந்து ഇങ്ങനെ ഒരു രക്ഷ കിട്ടും. അതായത് മേഡം പറയുന്നത് ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഈ പൾസർ സുനി മുതൽ 6 പ്രതികൾ ഇങ്ങനെ ഒരു കൃത്യം വെറുതെ നിർവഹിച്ചതല്ല.